2014 പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വന്ന ആ ഒരു സമയം മുതൽ 2024 വരെയുള്ള ഈ ഒരു കാലയളവ് ശരിക്കും നരേന്ദ്രമോദി എന്ന നേതാവിൻ്റെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിലും ഒരു വളരെ വലിയൊരു വളർച്ചയാണ് കാണാൻ സാധിച്ചത് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് ഇന്ത്യയിലെന്നല്ല, ലോകമെമ്പാടും ലോക നേതാവായി മാറുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു നരേന്ദ്രമോദി ശരിക്കും ഈ ഒരു 10 കൊല്ലം കൊണ്ട് നേടിയെടുത്ത ഒരു നേട്ടമെന്ന് പറയുന്നത്. എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ നേട്ടം തന്നെയാണ് നരേന്ദ്രമോദി സ്വന്തമാക്കിയിരുന്നത്. മറ്റു രാജ്യങ്ങളിലൊക്കെ തന്നെ നരേന്ദ്രമോദിക്ക് കിട്ടുന്ന ആ ഒരു പ്രാധാന്യം അത് കാണുമ്പോൾ തന്നെ മറ്റൊരു നേതാവിനും കിട്ടാത്ത തരത്തിലുള്ള ഒരു പ്രാധാന്യം തന്നെയാണ് നരേന്ദ്രമോദിക്ക് പലയിടത്തും കിട്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. വളരെ വലിയ ഒരു സുഹൃത്ത് ബന്ധമാണ് പല ലോക നേതാക്കളുമായിട്ടും വലിയ തോതിൽ നരേന്ദ്രമോദി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം ഇപ്പോൾ മറ്റു രാജ്യങ്ങൾ ആ ഒരു തരത്തിൽ വലിയ തോതിൽ പ്രാധാന്യം നൽകുന്ന തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നരേന്ദ്രമോദി വീണ്ടും ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് എക്സിൽ ഇപ്പോൾ നരേന്ദ്രമോദി മുന്നിലെത്തിയിരിക്കുകയാണ്, ഏറ്റവും മുന്നിൽ. അതായത് മോദിക്ക് 10 കോടി ഫോളോവേഴ്സാണ്, 100 മില്യൺ ഫോളോവേഴ്സാണ് ഇപ്പോൾ എക്സിൽ ഉള്ളത്. അതായത് ഏറ്റവും കൂടുതൽ പേർ പിന്തുടരുന്ന നിലവിലെ ഭരണാധികാരി നരേന്ദ്രമോദിയായി മാറിയിരിക്കുകയാണ്. മറ്റുള്ളവരെ എല്ലാം തന്നെ മറ്റു രാജ്യങ്ങളിലുള്ള എല്ലാ നേതാക്കന്മാരെയും പിന്നിലാക്കിക്കൊണ്ട് ഇപ്പോൾ നരേന്ദ്രമോദിയാണ് ഏറ്റവും കൂടുതൽ പേർ പിന്തുടരുന്ന ഭരണാധികാരി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കണക്ക് നോക്കുമ്പോഴത്തേക്കും അതായത് എക്സിൽ ഏറ്റവും കൂടുതൽ പേർ പിന്തുടരുന്നത് നരേന്ദ്രമോദിയെ തന്നെയാണ്. 100 മില്യൺ ഫോളോവേഴ്സാണ് നരേന്ദ്രമോദിക്ക് നിലവിൽ എക്സിലുള്ളത്. രണ്ടാമതായി നിലവിലത്തെ ഭരണാധികാരികളിൽ വച്ച് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് എക്സിലുള്ളത് ജോ ബൈഡനാണ്. 38.1 മില്യൺ ആണ് ജോ ബൈഡൻ്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത്. മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് എക്സിലുള്ളത് റെസിപ് ടൈപ്പ് എർഡോഗനാണ്, ടർക്കി. അതുപോലെ തന്നെ നാലാമതായി നിൽക്കുന്നത് UAE ഭരണാധികാരിയായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദാണ്. അതുപോലെ തന്നെ അഞ്ചാമതായി നിൽക്കുന്നത് ആൻഡ്രസ് മാനുവൽ, മെക്സിക്കോ ഭരണാധികാരിയാണ്, 10.9 മില്യൺ. ആറാമതായി നിൽക്കുന്നത് 6.5 മില്യൺ ഫോളോവേഴ്സുമായിട്ട് ജസ്റ്റിൻ ട്രൂഡോ ആണ്, കാനഡ, 2.4 മില്യൺ ഫോളോവേഴ്സുമായിട്ട്. ജോർജിയ മെലോണിയാണ്, ഇറ്റലി ഭരണാധികാരി. അപ്പോൾ ഇവരെക്കാട്ടിലും ഏറെ മുന്നിലാണ് എക്സിൽ നരേന്ദ്രമോദിയെ പിന്തുടരുന്ന ആൾക്കാരുടെ എണ്ണമെന്ന് പറയുന്നു. എക്സിൽ മാത്രമല്ല, ശരിക്കും സോഷ്യൽ മീഡിയാസിൽ എല്ലാം തന്നെ നരേന്ദ്രമോദിയെ പിന്തുടരുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉള്ളത് എന്നതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇൻസ്റ്റഗ്രാമിൽ പോലും 100 മില്യൺ അടുക്കാനായി പോവുകയാണ് നരേന്ദ്രമോദിയെ ഫോളോ ചെയ്യുന്നവരുടെ ആ ഒരു എണ്ണത്തിലെ വർധനവെന്ന് പറയുന്നത്. ശരിക്കും ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ കാണേണ്ട കാര്യമെന്ന് പറയുന്നത് നരേന്ദ്രമോദിയെ പിന്തുടരുന്നവർ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്നവർ നമ്മൾ ഇന്ത്യയിലുള്ളവർ മാത്രമല്ല, പുറം രാജ്യങ്ങളിലുള്ളവർ ഒരുപാട് പേര് നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയെ പിന്തുടരുന്നവർ ഉണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.